മൃഗം പിടിക്കപ്പെട്ടു. അതിനോടൊപ്പം അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജപ്രവാചകനും പിടിക്കപ്പെട്ടു. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ലൂസിഫറിന്റെ സ്വഭാവവും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ സ്വഭാവവും ഒരുപോലത്തെ സ്വഭാവമാണെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ നിന്നല്ല ഞാൻ പറയുന്നത്, ഖുറാനിൽ എന്നാ പറയാൻ പറഞ്ഞത്. 13 സാദൃശ്യങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവവും ഇബ്ലീസിന്റെ സ്വഭാവം 13 ഒരേപോലെയുള്ളത് ഖുറാനിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞ് നിർത്താം. സൂറ 22 3-4 അവിടെ പറയുന്നത്, വിവരമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് തർക്കിക്കുകയും ചടന്മാരായ സകല ചെകുത്താന്മാരെയും പിന്തുടരുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. ചെകുത്താനോ തന്നെ മിത്രമായി സ്വീകരിക്കുന്നവരെ തീർച്ചയായും വഴിപിഴപ്പിക്കുകയും നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അവന്റെ വിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരാണ് ശരിക്കും വഴിപിഴപ്പിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ പറയുകയാണ്, അള്ളാഹു മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സ്വഭാവവും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഇബ്ലീസിന്റെ സ്വഭാവം ഒരുപോലെ തന്നെയല്ലേ? സൂറ 31-21 സൂറ 28-41 ഈ അള്ളാഹുവിന്റെ സ്വഭാവത്തെയും ഇബ്ലീസിന്റെ സ്വഭാവത്തെയും നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഒരേ സ്വഭാവമായിട്ട് കാണാം. രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുന്നു. അപ്പൊ പിന്നെ ആ സ്വഭാവമുള്ളവർ അത് വെളിപ്പെടുത്താതിരിക്കുമോ? അതെന്താണത്? ചെകുത്താൻ അവരെ ആളിക്കത്തുന്ന തീയിലേക്ക്, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. 28-41 അല്ലാഹു പറയുന്നു, നാം അവരെ നരകത്തിലേക്ക് വിളിക്കുന്ന സാരഥികളാക്കിയിരിക്കുന്നു. ഇനി സൂറ 29-38 പറയുകയാണ്, നരകത്തിലേക്ക് പോകുവാൻ ചെകുത്തന്മാർ അവരുടെ പ്രവൃത്തികളെ ആകർഷമാക്കി കൊടുക്കുന്നു. സൂറ 27-4 പരലോകത്തിൽ വിശ്വസിക്കാത്തവർ വഴിപിഴച്ച് വിഹരിക്കുവാൻ അല്ലാഹു അവരുടെ ചെയ്തികളെ ആകർഷമാക്കി കൊടുക്കുന്നു. സൂറ 22-4 ചെകുത്താനോ തന്നെ മിത്രങ്ങളായി സ്വീകരിക്കുന്നവരെ തീർച്ചയായും വഴിപിഴപ്പിക്കുകയും നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സൂറ 19-86 നരകത്തിലേക്ക് നയിക്കുന്നു. 69 അല്ലാഹു സത്യനിഷേധികളെ. അപ്പൊ നരകത്തിലേക്ക് നയിക്കണമെങ്കിൽ നായകൻ മുന്നിൽ പോണ്ടേ, പിന്നല്ലേ ബാക്കിയുള്ളവർ വരിക. സൂറ 7-14 പിശാച് പിന്നിലൂടെ മനുഷ്യരെ വലയം ചെയ്യുന്നു. സൂറ 85-20 അല്ലാഹു പിൻപിലൂടെ മനുഷ്യരെ വലയം ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും വലയം ചെയ്യാൻ മിടുക്കരാണ്. സൂറ 4-120 പിശാച് സത്യനിഷേധികളെ വഞ്ചിക്കും. ശ്രദ്ധിക്കണം, വഞ്ചിക്കും. സൂറ 4-142 അല്ലാഹു സത്യനിഷേധികളെ വഞ്ചിക്കും. സൂറ 29-54 നരകം സത്യനിഷേധികളെ വലയം ചെയ്യും. സൂറ 2-19 അല്ലാഹു സത്യനിഷേധികളെ വലയം ചെയ്യും. സൂറ 4-76 ദുർമൂർത്തികളുടെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ്. സൂറ 4-84 അല്ലാഹുവിന്റെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ്. സൂറ 36-62 അനേകം ആളുകളെ പിശാച് നശിപ്പിച്ചു. സൂറ 77-16 അനേകം ആളുകളെ അല്ലാഹു നശിപ്പിച്ചു. സൂറ 3-175 പിശാച് തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും. സൂറ 3-151 അല്ലാഹു തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും. സൂറ 6-68 പിശാച് മറവി ഉണ്ടാക്കും. സൂറ 74-56 അല്ലാഹു മറവി ഉണ്ടാക്കും. സൂറ 4-76 പിശാച് കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്. സൂറ 6-123 അല്ലാഹു കുതന്ത്രം ഉണ്ടാക്കിക്കുന്നവനാണ്. സൂറ 7-184 അല്ലാഹു മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു. സൂറ 38-41 തിന്മകൾ സാത്താനിൽ നിന്നും വരുന്നു. സൂറ 4-79 തിന്മകൾ അല്ലാഹുവിൽ നിന്നും വരുന്നു. ഈ 13 സാദൃശ്യങ്ങൾ നോക്കുമ്പം സ്വഭാവം വെളിപ്പെടുത്താതിരിക്കുവോ? പിന്നെ ക്രിസ്ത്യാനികള് അവര് ശാന്തന്മാരും മറ്റുള്ള ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാ. അങ്ങനെ തന്നെ വേണം. സ്നേഹത്തിലെ സത്യം സംസാരിക്കാവൂ. സത്യം ആയിരിക്കണം സംസാരിക്കുന്നത്. സത്യം സംസാരിച്ചിരിക്കണം. അത് സ്നേഹത്തിൽ സംസാരിച്ചേ പറ്റൂ. അതിനാരെങ്കിലും കോപിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തുക്കളെ?